നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഷേപ്പർ മെഷീനാണ്. അപ്പോൾ നമ്മൾ ലേറ്റ് മെഷീനും അതുപോലെ ഷേപ്പർ മെഷീനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷേപ്പറിൻ്റെ തന്നെ ഞാൻ പറഞ്ഞു, ഷേപ്പറിൻ്റെ തന്നെ രണ്ട് സബ്ബായിട്ട് വേണമെങ്കിൽ കൂട്ടാം നമുക്ക്. അത് വരുന്ന രണ്ട് മെഷീനാണ്, പ്ലെയിനിങ് മെഷീനും അതുപോലെ സ്ലോട്ടിംഗ് മെഷീനും. ജസ്റ്റ് നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഷേപ്പിംഗ് മെഷീനാണ് വരുന്നത്. സോ ജസ്റ്റ് അതിൻ്റെ വാട്ട്സ് എ ഡിഫറൻസ് കമ്പോണൻസിൽ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇപ്പോൾ ഷേപ്പിംഗ് മെഷീൻ ഉണ്ടായിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ പ്ലെയിനിങ് മെഷീനും സ്ലോട്ടർ മെഷീനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അത്ര നോക്കാനേ ഉള്ളൂ. സോ ഫസ്റ്റ് വരുന്നതാണ് പ്ലെയിനർ ഓർ പ്ലെയിനിങ് മെഷീൻ. പ്ലെയിനർ ഓർ പ്ലെയിനിങ് മെഷീൻ. സോ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഷേപ്പർ മെഷീൻ തന്നെയാണ്. സോ വാട്ട്സ് ദ ഡിഫറൻസ് ഫ്രം ദി ഷേപ്പർ മെഷീൻ? ഓക്കെ, സോ ഇവിടെ എന്ന് പറഞ്ഞാൽ സെയിം വർക്കിംഗ് വരുന്നത്, നമുക്ക് ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് പറയാം, വർക്കിംഗ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഷേപ്പർ മെഷീൻ. വർക്കിംഗ് ഈസ്, അല്ലെങ്കിൽ വേണ്ട വർക്കിംഗ് പറയണ്ട. ഓക്കെ, അപ്പോൾ നമ്മളിതും യൂസ് ചെയ്യുന്നത് ഷേപ്പർ മെഷീൻ പോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു പ്രൊഡ്യൂസ് ഫ്ലാറ്റ് സർഫസസ്. ടു പ്രൊഡ്യൂസ് ഫ്ലാറ്റ് സർഫസസ്. ഓക്കെ, നമ്മൾ ഷേപ്പർ മെഷീൻ പറഞ്ഞു എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്ലെയിനിങ് മെഷീനും അല്ലെങ്കിൽ പ്ലെയിനർ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ്. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ് ഫ്ലാറ്റ് സർഫസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലെയിനർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഡിഫറൻസ് എന്ന് നമ്മൾ പറയുന്നത്, ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഹെവി ആൻഡ് ലാർജ് വർക്ക് പീസ്, ഹെവി ആൻഡ് ലാർജ് വർക്ക് പീസിൻ്റെ മെഷീനിങ് ആണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? പ്ലെയിനർ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഹെവി ആൻഡ് ലാർജ് വർക്ക് പീസിന് പ്ലെയിനർ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ദാറ്റ് cannot held on, that not possible to held on shaper table. ഓക്കെ, നമ്മുടെ ഷേപ്പർ മെഷീൻ്റെ ടേബിളിൽ പൊതുവെ ഷേപ്പർ മെഷീൻ നമ്മൾ പൊതുവെ മീഡിയം അല്ലെങ്കിൽ സ്മോൾ സൈസിലെ ജോബിനാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ടേബിളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ടൈപ്പുള്ള വർക്കുകളാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? പ്ലെയിനർ മെഷീൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ നിൽക്കുന്ന ഒരു ബേസ്, ഞാൻ ഈ നിൽക്കുന്ന ഒരു ബേസ് മെറ്റൽ ബേസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റേജ് മെറ്റൽ കൊണ്ടുള്ള വലിയൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സർഫസ്, അതിൽ ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റില്ല? ഷേപ്പർ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം അതിൻ്റെ ടേബിളിലെ ഉൾക്കൊള്ളിനേക്കാളും എത്രയോ സൈസ് കൂടുതലായിരിക്കും. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്ലെയിനർ യൂസ് ചെയ്യാം. അപ്പോൾ ഹെവി ലോഡ്സ്, ഹെവി ആൻഡ് ലാർജർ വർക്ക് പീസിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലെയിനർ മെഷീൻ യൂസ് ചെയ്യുന്നത്. അനദർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഷേപ്പർ മെഷീനിൽ എങ്ങനെയായിരുന്നു? നമ്മൾ ടൂളാണ് എന്ത് ചെയ്യുന്നത്? കട്ടിങ് മൂവ്മെൻറ്റ് വരുന്നത്. നമ്മൾ ഫീഡ് കൊടുക്കുന്നത് എവിടെയാണ്? വർക്ക് പീസിലാണ്. ഡ്യൂറിങ് കട്ടിങ് മോഷനിൽ വർക്ക് പീസ് എന്താണ്? സ്റ്റേഷനറിയാണ്, അല്ലേ? ആ കട്ടിങ് നടക്കുന്ന സമയത്ത് വർക്ക് പീസ് സ്റ്റേഷനറിയാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ തിരിച്ചാണ് ഇവിടെ വരുന്നത്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ആരാണ്? വർക്ക് പീസാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് ടേബിളിൻ്റെ കൂടെ. ടേബിൾ റെസിപ്രോക്കേറ്റ് ചെയ്യും. ഓക്കെ, അതായത് വർക്ക് ടേബിളാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ആരും റെസിപ്രോക്കേറ്റ് ചെയ്യും? വർക്ക് പീസ് റെസിപ്രോക്കേറ്റ് ചെയ്യും. ഫീഡ് എങ്ങനെ കൊടുക്കുന്നത്? നേരത്തെ ഷേപ്പറിൽ നമ്മൾ ഫീഡ് എങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ വർക്ക് പീസ് വെച്ചിട്ടാണ് ഫീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പ്ലെയിനറിൽ വരുന്നത്. നമ്മൾ ഫീഡ് എങ്ങനെ കൊടുക്കുന്നത്? കട്ടിംഗ് ടൂളിലാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. കട്ടിംഗ് ടൂളിലാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ്? ഡ്യൂറിങ് കട്ടിംഗ് മോഷൻ, കട്ടിംഗ് ടൂൾ എന്താണ്? സ്റ്റേഷനറി ആയിരിക്കും. ഡ്യൂറിങ് കട്ടിംഗ് മോഷൻ, കട്ടിംഗ് ടൂൾ ഈസ് സ്റ്റേഷനറി. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത്. കട്ടിങ് നടക്കുന്ന സമയത്ത് കട്ടിംഗ് ടൂൾ എന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. അതായത് നിങ്ങൾ ടൂൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ വർക്ക് പീസ് ആണെങ്കിൽ ഇതിൻ്റെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് കളയണമെങ്കിൽ ഇതാ വർക്ക് പീസാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? റെസിപ്രോക്കേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്രയും ഭാഗം എന്ത് ചെയ്യണം? ഈ ഗ്രീൻ ഭാഗം ഇത് കളയണം, മെറ്റീരിയൽ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ടൂൾ എന്നുണ്ടെങ്കിൽ ഇതാ ഈ ടൂള് ഫിക്സഡ് ആയിരിക്കും. വർക്ക് പീസാണ് എന്ത് ചെയ്യുക? മുന്നോട്ട് മൂവ് ചെയ്യുന്നു, ബാക്കിലൂടെ തന്നെ വരുന്നു. എന്നിട്ട് നമ്മൾ ടൂളിന് ഫീഡ് കൊടുക്കും. ടൂൾ കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യും. വീണ്ടും വർക്ക് പീസ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. വീണ്ടും ടൂൾ കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യും. വീണ്ടും റെസിപ്റ്റ് ചെയ്യുന്നു. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലെയിനർ മെഷീനിൽ അല്ലെങ്കിൽ നമ്മൾ പ്ലെയിനറിൽ അല്ലെങ്കിൽ പ്ലെയിനിങ് മെഷീനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് വരുന്നത്.
നമ്മൾ ബാക്കിയൊക്കെ ഷേപ്പിങ്ങിനെ പോലെ തന്നെ വരുന്നത് സംഭവം. ഇതിൻ്റെ ചെറിയൊരു ലൈൻ ഇത് വരയ്ക്കാം, ഒരു ലൈൻ ഡയഗ്രാം, ടോട്ടൽ ഡയഗ്രാം വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ക്രോസ് ഫീഡ്, ബേസ്, വർക്ക് ടേബിള്. അപ്പോൾ ഇവിടെയാണ് വൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാർജ് വർക്ക് പീസ് വെക്കുന്നത്. ഓക്കെ, ലാർജ് വർക്ക് പീസ് വെക്കുന്നത് ഇവിടെയാണ്. ദെൻ ടൂൾ ഹെഡ്, ടൂള് നമുക്ക് വേണമെങ്കിൽ സൈഡിലും എന്ത് ചെയ്യാം, ടൂൾ ഹെഡ്, ടൂള് ഫിക്സ് ചെയ്യാം. ഇത്ര നമ്പർ ഇന്ന സ്ഥലത്ത് നിന്നൊന്നുമില്ല, നമുക്ക് എവിടെയൊക്കെ കൺവീനിയൻ്റ് ആയിട്ട് ടൂൾ ഹെഡും ടൂളും വെക്കാവോ അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടൂൾ വെക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടൂൾ ഹെഡ് മൂവ് ചെയ്തിട്ട്, ഇപ്പോൾ ഇതാണ് ടൂൾ ഹെഡാണ് വരുന്നത്, ടൂൾ ഹെഡ്, ഇതും രണ്ടും അതുപോലെ തന്നെ എന്ത് തന്നെയാണ് ടൂൾ ഹെഡ്. ഇത് നമ്മുടെ കോളം, കോളം, ഇത് ടൂള്, ഇത് ടൂള്, ഇത് ക്രോസ് സ്ലൈഡ് അല്ലെങ്കിൽ ക്രോസ് ഫീഡ്, ക്രോസ് സ്ലൈഡ് എടുക്കാം, ക്രോസ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ ഇത് കോളം പറഞ്ഞു. കോളത്തിൽ നമുക്ക് ഇത് നമ്മൾ ടൂൾ ഹെഡ് തന്നെയാണ്. ഈ ടൂൾ ഹെഡ് അങ്ങോട്ടോട്ട് മൂവ് ചെയ്യാം, ഇവിടെയും ടൂൾ ഹെഡ് അങ്ങോട്ടോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ടൂൾ ഹെഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അതുപോലെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മൾ എന്താണ്, ഇതിലാണെങ്കിൽ വെർട്ടിക്കൽ ഡൗൺവേർഡ്, ഇവിടെ നമ്മൾ ഹൊറിസോണലായിട്ട് ടൂൾ ഹെഡ് മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഫീഡ് കൊടുക്കാം. ഇനി എങ്ങനെയാണ് കട്ടിങ് ആക്ഷൻ വരുന്നത്, നിങ്ങളുടെ ടൂൾ ഇതാ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർക്ക് ടേബിൾ എന്ത് ചെയ്യും, ടേബിൾ ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യും, മുന്നിലോട്ട് ബാക്കിലോട്ട്, ഫോർവേഡ് ബാക്ക്വേർഡ് ആയിട്ട് നിങ്ങളെ ടേബിൾ റെസിപ്രോക്കേറ്റ് ചെയ്യും. ആ ടേബിൾ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, മെറ്റീരിയൽ റിമൂവൽ കിട്ടും. ഇതാണ് ഇതെന്ന് പറയുന്നത് പ്ലെയിനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിതൊക്കെ ബാക്കിയൊക്കെ തന്നെ ബേസൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ബേസ് ഒരു കാസ്റ്റയോണ്ട് റിജിഡായിട്ടുള്ള സിംഗിൾ പീസ് ആയിരിക്കും, റിജിഡായിട്ടുള്ള കാസ്റ്റയോൺ സിംഗിൾ പീസ് ആയിരിക്കും. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അറൗണ്ട്, സൈസ് ഈസ് അറൗണ്ട് ഡബിൾ അല്ലെങ്കിൽ ട്വൈസ് ഓഫ് ദി ടേബിൾ സൈസ് ആയിരിക്കും. കാരണം എന്താണ്, നമുക്ക് കംപ്ലീറ്റ് ടേബിൾ എന്ത് ചെയ്യാൻ പറ്റണം, റെസിപ്രോക്കേഷൻ കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ ടേബിൾ ഞാനിതാ അത്രയും ടേബിൾ, ഇതാണ് ഇപ്പോൾ ഒരു ടേബിളിൻ്റെ സൈസ് എന്നുണ്ടെങ്കിൽ ഈ ടേബിൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ സൈസിൽ നമുക്ക് എന്ത് വേണ്ടി വരും, ബേസ് വേണ്ടി വരും. അപ്പോൾ സൈസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ട്വൈസ് ടേബിൾ ഓഫ് ദി സൈസ് എന്ന് നമ്മൾ പറയാറ്. ഓക്കെ, ഒരു പ്ലെയിനിങ് മെഷീൻ്റെ ടേബിളിൻ്റെ ബേസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ഓഫ് ദി ടേബിൾ സൈസ് എന്ന് പറയും നമ്മൾ. ഓക്കെ, ക്ലിയർ. ഇതിനടുത്ത് വരുന്നത് ടേബിൾ. ടേബിളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് എങ്ങോട്ട്, റെസിപ്രോക്കേറ്റിംഗ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, റെസിപ്രോക്കേറ്റിംഗ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർവേഡിലാണ് എന്ത് നടക്കുന്നത്, കട്ടിങ് നടക്കുന്നത്. ബാക്ക്വേർഡ് എന്താണ്, ഇടൽ സ്ട്രോക്കാണ്. ഒക്കെ സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേബിളാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നിങ്ങളോട് ചോദിക്കും ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻ, of the following machining operation which one, in which operation the table is reciprocating. planar operationil മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ടേബിൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടേബിൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് പ്ലേനർ ഓപ്പറേഷനിൽ മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം എന്താ ടേബിളിൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ, ഒന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യുക, അടുത്തെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ദി വർക്ക് പീസ്. ഓക്കെ, സപ്പോർട്ട് ദി വർക്ക് പീസ് ആൻഡ് റെസിപ്രോക്കേറ്റ് ദ വർക്ക് പീസ്. വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ റെസിപ്രോക്കേറ്റ് ചെയ്യുക. ഇതാണ് ഇതെന്ന് പറയുന്നത് ടേബിളിൻ്റെ ജോബ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ആണ്. എന്തായിരുന്നു ക്വിക്ക് റിട്ടേൺ മെക്കാനിസം നമ്മൾ പറഞ്ഞു, ഇടൽ സ്ട്രോക്ക് എന്താക്കുക, ഫാസ്റ്റ് ആക്കുക. ഇടൽ സ്ട്രോക്ക് ഫാസ്റ്റ് ആക്കുന്നത് നമ്മൾ എന്ത് പറയുന്നത്, ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത് വരുന്നത് കോളം ആൻഡ് ക്രോസ് റൈൽ. കോളം ആൻഡ് ഇതാണ് നമ്മൾ വരുന്നത് കോളം. കോളം എന്താണ്, സപ്പോർട്ട് ക്രോസ് റെയിൽ അല്ലെങ്കിൽ ക്രോസ് സ്ലൈഡ്, അതുപോലെ സപ്പോർട്ട് ടൂൾ ഹെഡ് ഇതൊക്കെ തന്നെ വരുന്നത് കോളം. അതുപോലെ നമ്മൾ നേരത്തെ ലാസ്റ്റ് ഒക്കെ സെയിം തന്നെ വരുന്നത്, പ്രത്യേകം ഓരോന്നും പറയേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് പറഞ്ഞ പോലെ ഹൗസിംഗ് ഓഫ് ഡ്രൈവിംഗ് മെക്കാനിസംസ്. എല്ലാ ഡ്രൈവിംഗ് മെക്കാനിസത്തിൻ്റെ ഹൗസിംഗ് ഏതാണ്, കോളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ വരുന്നു. അടുത്തത് ക്രോസ് സ്ലൈഡ്. ഈ പറഞ്ഞിട്ടുള്ള ക്രോസ് സ്ലൈഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്,
ടൂളിൻ്റെ ഹൊറിസോണ്ടൽ ഫീഡിനും അതുപോലെ വെർട്ടിക്കൽ ഫീഡിനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ക്രോസ് സ്ലൈഡ്. ക്രോസ് സ്ലൈഡ് എന്തിനാണ് ചെയ്യുന്നത്? സപ്പോർട്ട് ടൂൾ ഹെഡ്. സപ്പോർട്ട് ടൂൾ ഹെഡ് അതുപോലെ ടൂൾ ഹെഡിൻ്റെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഫീഡ്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഫീഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ക്രോസ് സ്ലൈഡാണ്. ഓക്കെ, വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുള്ള നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ക്രോസ് സ്ലൈഡാണ് വരുന്നത്. ദെൻ ടൂൾ ഹെഡ്. ടൂൾ ഹെഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള എല്ലാ ഫംഗ്ഷനും ഉണ്ട്. സപ്പോർട്ട് ടൂളിനെ സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് ടൂള് അതുപോലെ ടൂളിൻ്റെ വെർട്ടിക്കൽ മോഷന്. ക്ലാപ്പർ ബോക്സ്, ഇവിടെയും ക്ലാപ്പർ ബോക്സ് നമ്മൾ വെക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ക്ലാപ്പർ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നത്? ക്ലാപ്പർ ബോക്സ് എന്തിനാണ് നമ്മൾ റിട്ടേൺ സ്റ്റോക്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഡ്രാഗ് ചെയ്യാതിരിക്കുക, ടൂൾ അതിൽ ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ക്ലാപ്പർ ബോക്സ് അത് നമ്മളിവിടെ വെക്കുന്നുണ്ട്. ഇതൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വെർട്ടിക്കൽ ഫീഡ് എങ്ങനെ കിട്ടുന്നത്? ഇങ്ങോട്ട് നമുക്ക് വെർട്ടിക്കൽ ഫീഡ് കിട്ടും. വെർട്ടിക്കൽ മൂവ്മെൻറ്റ്, വെർട്ടിക്കൽ ഫീഡ് അല്ല, ഡെപ്ത് ഓഫ് കട്ട്. താഴോട്ടുള്ള നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് എങ്ങനെയാണ്? ഫീഡ് കിട്ടുന്നത് ബൈ ദി ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് യൂസിങ് ക്രോസ് സ്ലൈഡ്. അതുപോലെ നമുക്ക് ഡെപ്ത് ഓഫ് കട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? ഡെപ്ത് ഓഫ് കട്ട് കിട്ടുന്നത് വെർട്ടിക്കൽ മൂവ്മെൻറ്റ്, ടൂളിൻ്റെ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് അല്ലേ? ടൂൾ നിങ്ങൾ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഡെപ്ത് ഓഫ് കട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ടൂൾ നല്ല രീതിയിൽ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ നല്ല ഡെപ്ത് ഓഫ് കട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടൂളിനെ വെർട്ടിക്കലായിട്ട് അങ്ങോട്ടോട്ട് മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡെപ്ത് ഓഫ് കട്ട് കിട്ടും. അതുപോലെ ഫീഡ് നിങ്ങൾക്ക് എങ്ങനെ എന്ത് ചെയ്യാം? ടൂൾ ഹെഡിനെ ക്രോസ് സ്ലൈഡ് യൂസ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് വഴി നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫീഡ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്? ഒരു പ്ലെയിനർ മെഷീൻ വരുന്നത്. പ്ലെയിനർ മെഷീൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഷേപ്പറിൻ്റെ അതേ ഇതാണ് വരുന്നത്. പക്ഷേ ഡിഫറൻസ് എന്താണ്? ഷേപ്പറിൽ നമുക്ക് വെക്കാൻ പറ്റാത്ത സൈസ് കാരണം ഷേപ്പറിൻ്റെ ടേബിളിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലെയിനർ മെഷീനിൽ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീനിങ് ഓഫ് ലാർജ് മെഷീൻ ബെഡ്സ് ഓർ ബേസ്. പ്ലേറ്റിൻ്റെ ബേസ്, ബെഡ്, ഷേപ്പറിൻ്റെ തന്നെ ബേസ്, ബെഡ്, ഈ പറഞ്ഞ പ്ലാനർ മെഷീൻ്റെ തന്നെ ബേസ്, ഇതൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാണ്? ഇതിനൊക്കെ മെഷീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഹൈഡ്രോളിക് പ്രസ്സുകൾ, മെഷീനിങ് ഓഫ് ഹൈഡ്രോളിക് പ്രസ്. അതുപോലെ നമ്മൾ ലാർജ് മെറ്റൽ ഫൗണ്ടേഷൻസ്, മെറ്റൽ ഫൗണ്ടേഷൻസ്, ഡൈസ് ആൻഡ് പ്രസ്സസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ വരുന്ന ലാർജ് വർക്കുകളൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്ലെയിനർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? പ്ലെയിനർ മെഷീൻ വരുന്നത്. അപ്പോൾ എന്താണ് ഇത് ഷേപ്പിംഗ് എന്നുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നു ഷേപ്പിംഗ് ആൻഡ് പ്ലെയിനിങ്. എന്താണ് ഡിഫറൻസ് വരിക? ഷേപ്പിംഗ് ആൻഡ് പ്ലെയിനിങ്ങിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്? ഒന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇവിടെ എന്താണ് വരുന്നത്? വർക്കാണ് എന്ത് ചെയ്യുന്നത്? ഫീഡ് കൊടുക്കുന്നത് അല്ലേ? വർക്ക് പീസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫീഡ് കൊടുക്കുന്നത്. കട്ടിങ്ങിൽ അതെന്താണ് വരുന്നത്? സ്റ്റേഷനറിയാണ്. ഇവിടെയാണെങ്കിലോ, ഇവിടെ ടൂളിനാണ് നിങ്ങൾ എന്ത് കൊടുക്കുന്നത്? ഫീഡ് കൊടുക്കുന്നത്. അതാണ് എന്ത് വരുന്നത്? കട്ടിങ്ങിൽ സ്റ്റേഷനറി. ഓക്കെ, പ്ലെയിനിങ്ങിൽ. അതുപോലെ ഇവിടെ നിങ്ങൾ ടൂളിനാണ് എന്ത് കൊടുക്കുന്നത്? റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കുന്നത്. ഇവിടെ ഏതാണ്? വർക്ക് പീസിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കുന്നത്. ഓക്കെ, അവിടെ വർക്ക് പീസിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിത് സാധാരണ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സ്മോളർ ജോബിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പ്ലാനാർ യൂസ് ചെയ്യുന്നതോ ഹെവി ലോഡ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാനാർ യൂസ് ചെയ്യുന്നത്. സ്മോളർ ജോബ്സിനാണ് ഷേപ്പർ യൂസ് ചെയ്യുന്നത്, പ്ലാനർ യൂസ് ചെയ്യുന്നത്. ഹെവി ലോഡ്സിനാണ് പ്ലെയിനർ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമ്മൾ ഫൈൻ ഫീഡാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നത് കോസ് ഫീഡാണ്. എന്താണ് ഫൈൻ ഫീഡ്, കോസ് ഫീഡ് എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ 2 സെൻറ്റിമീറ്റർ ഒന്നും ഷേപ്പറിൽ കൊടുക്കൂല. നമ്മളിങ്ങനെ 1 mm, 0.5 mm, 2 mm അത്രയൊക്കെ നമ്മൾ എന്തിൽ കൊടുക്കും? ഷേപ്പർ മെഷീനിൽ കൊടുക്കും. പക്ഷേ പ്ലെയിനർ മെഷീനിൽ നമ്മൾ കൊടുക്കുന്നത് പകരം സെൻറ്റിമീറ്റർ ആകാം. 2 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ ഒക്കെ നമ്മൾ എന്തിൽ കൊടുക്കുന്നുണ്ടാവുക? പ്ലെയിനർ മെഷീനിൽ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താണ്? ഫൈനായിട്ടുള്ള ഫീഡാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നതോ കോസ് ആയിട്ടുള്ള ഫീഡാണ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ നമ്മളിവിടെ സാധാരണ ഷേപ്പർ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൈറ്റർ മെഷീനാണ്.
ഓക്കെ, ഇവിടെ വരുമ്പോൾ പ്ലെയിനർ മെഷീനോ, കാരണം നമ്മൾ അത്രയും വലുപ്പമുള്ള വർക്ക് പീസസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ മെഷീനും തന്നെ ആയിരിക്കും ഹെവി മെഷീനറിയാണ് ഇതെന്ന് പറയുന്നത് പ്ലെയിനർ എന്ന് പറയുന്നത്. ഓക്കെ, ഷേപ്പർ എന്ന് പറയുന്നത് ലൈറ്ററാണ്, അതുപോലെ വരുന്നത് ഹെവി മെഷീനാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അറ്റ് എ ടൈമിൽ വൺ കട്ടിംഗ് ടൂൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ബട്ട് ഇൻ പ്ലെയിനർ ഓപ്പറേഷൻ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കട്ടിംഗ് ടൂൾസ് യൂസ് ചെയ്യാം അറ്റ് എ ടൈം. മൾട്ടിപ്പിൾ, ഇവിടെ നമുക്ക് ഒരു കട്ടിംഗ് ടൂൾ അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലെയിനറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ കട്ടിംഗ് ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഉള്ള ഇതാണ് ഏത് വരുന്നത്, പ്ലെയിനർ വരുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് സ്ലോട്ടർ ഓർ സ്ലോട്ടിംഗ് മെഷീൻ. സെയിം ഷേപ്പറിൻ്റെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് സ്ലോട്ടറും വരുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെ റാം നമ്മളെങ്ങനെയാണ് വെർട്ടിക്കൽ റാമാണ് എന്ത് യൂസ് ചെയ്യുന്നത്. ഷേപ്പറിൽ നമ്മൾ ഹോറിസോണ്ടൽ റാം യൂസ് ചെയ്തെടുത്ത് നമ്മൾ വെർട്ടിക്കൽ റാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സ്ലോട്ടർ ഓർ സ്ലോട്ടിംഗ് മെഷീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷേപ്പറും പ്ലെയിനറും പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്ലോട്ടർ ഓർ സ്ലോട്ടിംഗ് മെഷീൻ. അപ്പോൾ എന്താണ് സ്ലോട്ടർ ഓർ സ്ലോട്ടിംഗ് മെഷീൻ? ഷേപ്പർ എന്ന് ഒരൊറ്റ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെർട്ടിക്കൽ ആക്സിസ് ഷേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു സ്ലോട്ടർ മെഷീൻ നമുക്ക് എന്ത് പറയാം, വെർട്ടിക്കൽ ആക്സിസ് ഷേപ്പർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ഫിഗർ വരയ്ക്കാൻ നമുക്കൊന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് നമ്മളെ റാം. ഓക്കെ, ടൂൾ പോസ്റ്റ് എടുക്കുന്നുള്ളൂ. ടൂൾ പോസ്റ്റ്, ദെൻ വർക്ക് ടേബിൾ, കോളം. ഇതാണ് എന്ത് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ. ഓക്കെ, ഷേപ്പ് ഇതുപോലെ തന്നെ വരുന്നത്. കോളം, ഓക്കെ, ഷേപ്പറിൽ പറഞ്ഞ പോലെ തന്നെ കോളത്തിൻ്റെ ഇത് പറയുന്നത് എന്താ, നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പറയാം. ആദ്യം അപ്പോൾ ബേസ് പറയാം. ഓക്കെ, ഇവിടെയും ബേസ് വരുന്നത് തന്നെയാണ്. ഇവിടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ തന്നെ നമ്മൾ ഷേപ്പറിലും പ്ലെയിനറിലും പറഞ്ഞ അതേ ഫങ്ഷൻസ് തന്നെയാണ് ഇവിടെയൊക്കെ ബേസ് ചെയ്യുന്നത്. എന്താണ് ബേസിൻ്റെ എന്ന് പറഞ്ഞാൽ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ, സപ്പോർട്ടിങ് സ്ട്രക്ചർ. നമ്മളെല്ലാ കമ്പോണൻസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിങ് സ്ട്രക്ചറാണ്. ഏതാണെന്ന് പറഞ്ഞാൽ നമ്മളേതാണ്, കാസ്റ്റ് അയോൺ അല്ലെങ്കിൽ ഗ്രേ കാസ്റ്റ് അയോൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെയും വർക്ക് ചെയ്യുന്ന സമയത്തുള്ള വൈബ്രേഷൻ റെസിസ്റ്റ് ചെയ്യുന്ന കാർ തന്നെയാണ്, ബേസ് തന്നെയാണ് വരുന്നത്. അടുത്ത കോളം, നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കോളം വരുന്നത്. എന്താണ് കോളം വരുന്നത്, സപ്പോർട്ടിങ് ഓഫ് റാം. ഓക്കെ, ആൻഡ് വർക്ക് ടേബിൾ. സപ്പോർട്ടിങ് ഓഫ് റാം എന്ന് മതി, വർക്ക് ടേബിൾ വേണ്ട. സപ്പോർട്ടിങ് ഓഫ് റാം വരുന്നുണ്ട്. അതുപോലെ എന്ത് വരുന്നുണ്ട്, കോളത്തിലായി നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസിസ്റ്റ് ഓഫ് ഓൾ ദി ഡ്രൈവിംഗ് മെക്കാനിസം. നമ്മളിതിന് വേണ്ട റാം മൂവ് ചെയ്യാൻ ആവശ്യമുള്ള ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, ഇവിടെയും ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ആണ്. അതിന് വേണ്ടിയിട്ടുള്ള മോട്ടർ, ഗിയർ, അതുപോലെ എല്ലാ സംഭവങ്ങളും വരുന്നത് എന്താ, ഡ്രൈവിംഗ് മെക്കാനിസം ഒക്കെ വരുന്നത് ഇതിലാണ്, കോളത്തിലാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഇനി റാം വരുമ്പോഴാണ് വരുന്നത്. റാം എന്താണ് ഇവിടെ വരുന്നത്, ഇവിടെ റാം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിരിക്കും, വെർട്ടിക്കൽ റെസിപ്രൊക്കേഷൻ ആയിരിക്കും, വെർട്ടിക്കൽ റെസിപ്രൊക്കേറ്റിംഗ്. ഈ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, വെർട്ടിക്കൽ റെസിപ്രൊക്കേറ്റിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഷേപ്പറിലുള്ളതിനേക്കാളും ഹെവി ആയിരിക്കും സംഭവം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാവിറ്റിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് വരുന്ന കേസ് കൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും, ഹെവി ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് കോളം, ഇതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് റാം. ദിസ് ഈസ് യുവർ ടൂൾ ഹെഡ്, ദിസ് ഈസ് അവർ ടൂൾ ഹെഡ് ആൻഡ് ദിസ് ഈസ് അവർ ടൂൾ. ഇതാണ് ഇത് വരുന്നത് നമ്മളെ ടൂൾ വരുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ വരുന്നത് ഓക്കെ വെർട്ടിക്കലായിട്ടുള്ളതാണ് വരുന്നത്. ഇതാണ് നമ്മൾ ഏത് ടേബിൾ, ഇത് വർക്ക് പീസ് ടേബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്ന ടൂളാണ്. ഫീഡ് കൊടുക്കുന്ന ഏതാണ്, ഫീഡ് കൊടുക്കുന്നത് ഷേപ്പർ പോലെ തന്നെ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്ന ടൂളാണ്. പ്ലെയിനർ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നത് ടൂളാണ്. ഫീഡ് കൊടുക്കുന്നത് എവിടെയാണ്, നമ്മൾ ഷേപ്പറിൽ ഫീഡ് കൊടുക്കുന്നത് എവിടെയാണ് പറഞ്ഞത്, വർക്ക് പീസിനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫീഡ് കൊടുക്കുന്ന ഏതിൽ തന്നെയാണ്, ഫീഡ് കൊടുക്കുന്നത് വർക്ക് പീസിലാണ്. ഏത് യൂസ് ചെയ്തിട്ട്, ടേബിൾ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് പീസിലാണ് കൊടുക്കുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടേബിളിൻ്റെ മൂവ്മെൻ്റ് ആണ്. നമ്മൾ സാധാരണ നല്ല സ്ലോട്ടിംഗ് മെഷീനിൽ വരിക സർക്കുലർ ഷേപ്പിലുള്ള
സർക്കുലർ ഷേപ്പ്ഡ് ടേബിളാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, സ്ലോട്ടറിൽ യൂസ് ചെയ്യുന്നത്. ചിലപ്പം ചോദിക്കാം നിങ്ങൾക്ക്. കാരണം എന്താണ് സർക്കുലർ ഷേപ്പിൽ യൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കേസിൽ സ്ലോട്ടറിൻ്റെ കേസിൽ നിങ്ങൾക്ക് ടേബിൾ എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. യു ക്യാൻ റൊട്ടേറ്റ് ടാബ്, നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ ഹൊറിസോണ്ടലും അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിലും ട്രാൻസ്വേഴ്സ്, അതായത് നിങ്ങൾക്ക് ഈ ടേബിൾ എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന് ലോഞ്ചിറ്റ്യൂഡിലായിട്ടുള്ള മൂവ്മെൻറ്റും ഉണ്ട്, അതുപോലെ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള എന്തുണ്ട്, മൂവ്മെൻറ്റും ഉണ്ട്. റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് ഫീഡ് ഈസ് പോസിബിൾ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ടുള്ള ഫീഡും കൊടുക്കാൻ പറ്റും, ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഫീഡും കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് ആ ടേബിൾ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും, ഷേപ്പർ കൊണ്ട് പറ്റാത്ത പല ഇറഗുലർ കട്ടുകളും നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ പറ്റും, സ്ലോട്ടർ വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷേപ്പർ കൊണ്ട് നമുക്ക് പറ്റാത്ത പല കട്ടുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ലോട്ടർ വെച്ച് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ടേബിൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ടേബിൾ ലോഞ്ചിറ്റ്യൂഡും ട്രാൻസ്വേഴ്സ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളെ ഇതെന്താണ് വരുന്നത്, റെസിപ്രോക്കേറ്റിംഗ് അപ്പ് ആൻഡ് ഡൗൺ റെസിപ്രോക്കേഷൻ ആണ് എന്ത് വരുന്നത്, ഇവിടെ റാമിൽ വരുന്നത്. ഇങ്ങോട്ടും ഇങ്ങോട്ടായിട്ടാണ് എന്ത് ചെയ്യുക, റെസിപ്രോക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓഫ് ദ ഫോളോയിങ് മെഷീൻ ഇൻ വിച്ച് ഓഫ് ദ മെഷീൻ ദ ടൂൾ ഈസ് റെസിപ്രോക്കേറ്റിംഗ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ടൂൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഏതിൻ്റെ കേസിലാണ്, സ്ലോട്ടർ മെഷീൻ്റെ കേസിലാണ്. ഓക്കെ, സ്ലോട്ടർ മെഷീൻ്റെ കേസിലാണ് എന്ത് വരുന്നത്, ടൂള് ഈ രീതിയിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷനാണ് ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചതാണ് ഒരു വട്ടം. നിങ്ങളെ ലാസ്റ്റ് നടന്നിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ മെക്കാനിക്കൽ ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ സ്ലോട്ടിംഗ് എന്നായിരുന്നു നമ്മുടെ മെഷീൻ ടൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മൾ കീവേഴ്സ് ഒക്കെ കട്ട് ചെയ്യുന്നത് നോർമലി ഏത് വെച്ചിട്ടാണ്. നമുക്ക് പല മെഷീൻ വെച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ട് ചെയ്യാം, പക്ഷേ ബേസിക് ആയിട്ട് അതൊക്കെ കട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെഷീൻ ഉണ്ടാവും. അതാണ് നിങ്ങൾ ഓപ്ഷനിൽ ഏറ്റവും ആപ്റ്റായിട്ട് എടുക്കേണ്ടത്. നമ്മൾ സ്ലോട്ട്, കീവേഴ്സ്, സ്പ്ലിൻസ്, അതുപോലെ ഗ്രൂസ് ഒക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏതാണ്, സ്ലോട്ടർ മെഷീനാണ്. നമ്മൾ ബാക്കിയുള്ള മെഷീനിലാരൊക്കെ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സംഭവം. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ കീവേഴ്സ്, സ്ലോട്ട്സ്, സ്പ്ലിൻസ്, ഗ്രൂസ്, അതുപോലെ ഹോൾ വർക്ക്. അത് നമ്മൾ ഓൾറെഡി ഉള്ള ഹോളിൻ്റെ ഉള്ളിലുള്ള വർക്കൊക്കെ, ഹോളിൽ നിന്ന് കുറച്ചും കൂടെ ഇതൊക്കെയാണ്, അങ്ങനത്തെ എക്സെട്ര. ഇതൊക്കെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ സ്ലോട്ടിംഗ് മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കീവേഴ്സ്, സ്ലോട്ട്, സ്പ്ലിൻസ്, ഗ്രൂസ്, ഹോൾ വർക്ക് എക്സെട്ര. അതൊക്കെ നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ പറ്റും, നമുക്കൊരു സ്ലോട്ടിംഗ് മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിത് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു വൈഡ്ലി യൂസ് ചെയ്യുന്ന മെഷീൻ അല്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് കുറവാണ്. പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ലോവറാണ് കമ്പയറിങ് ടു പ്ലെയിനർ, ഷേപ്പർ. അതുപോലെ നമുക്ക് ഈ കീവേഴ്സ്, സ്ലോട്ട്സ്, സ്പ്ലിൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മില്ലിംഗ് മെഷീന്, ബ്രോച്ചിങ് മെഷീനൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് എന്താണ്, ലോവറാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും സ്പെഷ്യൽ പർപ്പസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ സ്ലോട്ടിംഗ് മെഷീൻസ് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, സ്ലോട്ടിംഗ് മെഷീൻ്റെ കേസുകൾ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടൂളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഷേപ്പറിലും പ്ലെയിനറിലും സ്ലോട്ടറിലൊക്കെ നമ്മൾ ലെയ്ത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടൂൾ യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്, ഹൈ കാർബൺ സ്റ്റീൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂള്. ഹൈ കാർബൺ സ്റ്റീല്, അത് കഴിഞ്ഞാൽ ഹൈ സ്പീഡ് സ്റ്റീല്, അത് കഴിഞ്ഞാൽ നമ്മൾ ലെയ്ത്തിൽ പറഞ്ഞ പോലെ തന്നെ ഹൈ കാർബൺ സ്റ്റീലും ഹൈ സ്പീഡ് സ്റ്റീലും തന്നെയാണ് ഇവിടെയും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ലെയ്ത്തിലല്ല, ഷേപ്പറിലും പ്ലെയിനറിലും അതുപോലെ സ്ലോട്ടറിലും നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ഹൈ കാർബൺ സ്റ്റീല്, ഹൈ സ്പീഡ് സ്റ്റീല്. പിന്നെ അതിൽ കൂടുതൽ ഹാർഡ്നെസ് കൂടിയ, നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന മെഷീനിങ് ഓപ്പറേഷനിലൊക്കെ നിങ്ങളുടെ ടൂളിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത്, അത് ഓർത്തു വെക്കുക. നിങ്ങളുടെ ടൂളിൻ്റെ ഹാർഡ്നെസ്, ടഫ്നെസ് ഒക്കെ എന്തായിരിക്കണം, ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി വർക്ക് പീസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ വർക്ക് പീസ് ഹാർഡ്നെസ് കൂടിയതാണ് നമ്മൾ എന്ത് ചെയ്യും, ഇതിനേക്കാളും ഹാർഡ്നെസ് കൂടിയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യും. ഏത്, സിമെൻറ്റഡ് കാർബൈഡ്, സെറാമിക്സ്, ഡയമണ്ട്സ്, അതുപോലുള്ള സ്പെഷ്യൽ ടൂളുകൾ യൂസ് ചെയ്യും. ഓക്കെ, ടൂളുകളൊക്കെ വരുന്നത്, അപ്ലിക്കേഷൻസ് ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഷേപ്പറിനെ പോലെ തന്നെ വരുന്നത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റാം എന്തായിരിക്കും, വേർട്ടിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെഷീൻ ടൂൾ ഇപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ലെയ്ത്ത് മെഷീൻ കവർ ചെയ്തു, ഷേപ്പിംഗ് മെഷീൻ കവർ ചെയ്തു, അതുപോലെ പ്ലെയിനിങ് ആൻഡ് സ്ലോട്ടിംഗ് മെഷീൻ. രണ്ടും ഏകദേശം ഷേപ്പിങ്ങിനെ പോലെ തന്നെ വരുന്നത്. അടുത്ത് നമുക്കിനി വരുന്നത് മില്ലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് ആണ്. നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.